വാച്ചിങ് ആൻ ഇംതിയാസ് അലി മൂവി ആൻഡ് ഗെറ്റ് സ്റ്റക്ഡ് ഇൻ ദാറ്റ് വേൾഡ്. അതൊരു പുതിയ കാര്യമല്ല. നമ്മൾ ഇംതിയാസ് അലി പടം എന്നുള്ള ഒരു ഗ്യാരണ്ടിയിൽ പോയിട്ടുള്ള എവിടെയൊക്കെയാണോ അന്നൊക്കെ ഇത് തന്നിട്ടുണ്ട് ആള്. എങ്ങനെയാണ് ആൾക്ക് ഇത്രയും നല്ല പ്രൊഡക്ട്സ് വീണ്ടും 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 തരാൻ കഴിയുന്നത് മനസ്സിലാവാത്ത. ആ ഒരു വേൾഡിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയുന്നില്ല. പടം കൺവേ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യ പാർട്ടീഷൻ സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസും ആ ഒരു ടൈമിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഇവിടെ പോർട്രേ ചെയ്യുന്നത്. ആ ഒരു സമയത്തുണ്ടാവുന്ന സിഖ് മുസ്ലിം ഇഷ്യൂസും എല്ലാം എത്ര അടിപൊളിയായിട്ടാണ് മൂപ്പര് എടുത്തു വച്ചേക്കുന്നത്. ക്വാളിറ്റി, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ എപ്പോഴും 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 ടോപ്പ് നോച്ചാണ് ഇംതിയാസ് അലി. അത് വീണ്ടും ഒന്നും കൂടെ തന്നു. ആ പടത്തുനിന്ന് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി മ്യൂസിക് ആസ് യൂഷ്വൽ എല്ലാ പടത്തിനെയും പോലെ തന്നെ ഇതും സൂപ്പറായിട്ടുണ്ട്. ആ പാട്ടുകൾ നമ്മളെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ്. ആ ക്യാരക്ടേഴ്സ് ഓരോന്നും നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട്, പുറത്തു പോകണില്ല. ആരെയും നമുക്ക് എടുത്തു പറയാവുന്ന രീതിയിലല്ല. എല്ലാവരും ആ മൂവി എന്താണോ അത് നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇംതിയാസ് അലി മൂവീസൊക്കെ കാണുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മിസ്സാക്കരുത്. ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ്സാക്കരുത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു തിയേറ്ററിൽ ഇത് ഷോ ഇല്ലാണ്ടായിരുന്നു ഞാൻ ഇത്രയും ദിവസം ലേറ്റായി പോയത്. പടത്തിന് നിങ്ങൾ മിസ്സാക്കരുത്. ഇത് മിസ്സാക്കരുത്.